ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. വേദപുസ്തക സ്നേഹികളായ ദൈവമക്കൾ തിരുവഴുത്തുകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നുള്ള തിരുവഴുത്തുകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ സെഷനിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം തന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. ഇന്നത്തെ ഈ സെഷനിലും മാന്യ കർത്തൃദാസൻ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനം ഇങ്ങനെ പറയുന്നു: സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഇവിടെ ഇരുട്ടിലിരിക്കുന്ന ജനം, മരണത്തിന്റെ ദേശം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? താങ്ക് യു വെരി മച്ച് മോം. നമ്മൾക്ക് ഈ ചോദ്യകർത്താവിനോട് നമ്മുടെ പ്രത്യേക നന്ദി അറിയിക്കണം. ആരാന്ന് എനിക്കറിയത്തില്ല, ഇനി ആരും ആയിക്കോട്ടെ, നമുക്ക് മറുപടിയിലേക്ക് വരാം. ഇതിനതൊരു മൾട്ടിപ്പിൾ ആംഗിളിൽ മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. മൾട്ടിപ്പിൾ ആംഗിളിൽ ഒന്നാമത്തേത് അതിൻ്റെ ഒരു ടോപ്പോഗ്രഫിക്കൽ ആംഗിളുണ്ട്. പിന്നെ അതിനൊരു ഈ ജിയോഗ്രഫിക്കൽ ആംഗിളുണ്ട്. അതിനൊരു കൾച്ചറൽ ആംഗിളുണ്ട്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആംഗിളുണ്ട്. ഇത്ര ആംഗിൾ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു മറുപടി കിട്ടത്തുള്ളൂ. അപ്പം അത്രയും ആംഗിൾ പോയി കഴിയുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് ദേഷ്യം വരും, ബോറടിച്ച് നാശമാകും. മനുഷ്യർക്ക് ദോഷം വരുന്നത് അവരുടെ കാര്യമാണ്. നമുക്കിപ്പോൾ നമ്മളോട് ചോദ്യം ചോദിച്ചാൽ ഒരു ഉടായിപ്പ് മറുപടി കൊണ്ട് പോകാൻ നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് പേർക്കും ബോറടിക്കാൻ സാധ്യതയുള്ള ഒരു മറുപടിയാണിത്. ഒന്നാമത്തെ അതിൻ്റെ ടോപ്പോഗ്രഫിക്കൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ സെറ്റിങ്സാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൻ്റെ വിശുദ്ധ പഴയ നിയമമായിട്ട് ആഴത്തിൽ ബന്ധമുള്ളതാണ്. സ്ഥലത്തിൻ്റെ വിശുദ്ധ പഴയ നിയമമായിട്ട് ആഴത്തിൽ ബന്ധമുള്ളതാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ആ ടോപ്പോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ടോപ്പോഗ്രഫി, അത് നമ്മൾ എടുത്തു വെക്കണം. എടുത്തു വച്ചിട്ട് ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഈ ജിയോഗ്രാഫിക്കലായിട്ട് തന്നെ ഈ സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. അതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആണ്. ആൻഡ് ദെൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും ഉണ്ടായതായ സോഷ്യൽ ഈവൻസ്, സോഷ്യൽ സെറ്റിങ്സ്. അപ്പോൾ ഇതൊരു ലാർജർ ആൻസർ ദാൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് എക്സ്പെക്ട്സ് ഇറ്റ് എന്നുള്ളതാണ്. ഈ ചോദ്യം അല്ലെങ്കിൽ ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ വ്യാപകമായ വലിയൊരു മറുപടിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പറ്റിയില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ ആദ്യം ഇതിൻ്റെ ടോപ്പോഗ്രഫിയിലൊക്കെ ഒന്ന് പോകാൻ നോക്കുക. നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പുവർ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് കൊണ്ട് നടന്നു കിട്ടിയാൽ നടന്നു എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ആദ്യം ഉണ്ടായിരിക്കണം. ഇത് വിശുദ്ധ നാടിൻ്റെ ഒരു ടോപ്പോഗ്രഫിയാണ്. വിശുദ്ധ നാടിൻ്റെ ടോപ്പോഗ്രഫിയാണത്. അപ്പോൾ വിശുദ്ധ നാടിൻ്റെ ടോപ്പോഗ്രഫിയിൽ ആ കുറച്ച് മേലോട്ട് പോയാൽ ഒരു ചുമന്ന സർക്കിൾ ഞാൻ ഇട്ടിരിക്കുന്ന കാണാമോ? ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചുവന്ന സർക്കിളിന് നമ്മൾ സീ ഓഫ് ഗാലിലി എന്ന് പറയും. സീ ഓഫ് ഗാലിലി, ഗലീലക്കടൽ. ഈ ഗലീലക്കടൽ മുതൽ മേളോട്ട് നമുക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇപ്പം നമുക്ക് പോകാൻ സമയമില്ല. മാത്രമല്ല എൻ്റെ കണ്ണ് എന്നെ തീരെ അനുവദിക്കുന്നില്ല. ചെറിയ കാസറുണ്ടല്ലോ,
ഓക്കെ ഓക്കെ. ഈ കഴ്സറിന്റെ പുറകെ പോയെങ്കിലേ ഉം, നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. ഉം, അവിടെ വന്നു. ഉം, അവിടെ വന്നിട്ട് നമ്മൾ ആ ലൈന് ഇപ്പം ഈ താഴോട്ട് വലിക്കുമ്പം ഉണ്ടോ, ഉം, ഈ ലൈൻ ഇങ്ങനെ വന്ന് ഉം. വന്ന് ഇതാണ് ഡെഡ് സി, യെസ്. ചാവുകടൽ. അതെ ചാവുകടൽ പതിക്കുക. അതെ. അപ്പം ഇത് ഇനിയാണ് നമ്മൾ ഇസ്രായേൽ ദേശത്തെ മനസ്സിലാക്കേണ്ടത്. ഉം, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഇവര് പേര് പറയാത്ത ചില സ്ഥലങ്ങളുണ്ടെന്ന്. അതെ. പെരിയ, പെരിയ. അപ്പോൾ ഗെരസീം. ഇത് നമ്മൾ നോക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഈ പെരിയ എവിടെ നിന്നുള്ള കണ്ടുപിടിക്കാം. ഉം, എന്തുകൊണ്ട്? യോർദാന്റെ കിഴക്ക്. ഉം, യോർദാന്റെ കിഴക്ക് ഇതാണ് ഉം, യോർദാനക്കര. ഉം. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അവരിൻ്റെ പേര് പോലും പറയത്തില്ല. ഉച്ചരിക്കുകയില്ല. ഉം, പേര് പോലും പറഞ്ഞാൽ ഇവർക്ക് വലിയ മോശമാണ്, ഇച്ചിച്ചിയാണ്. ഉം, കാരണം അത് ജാതികളുടെ സ്ഥലമാണ്. ഉം, അത് മാത്രമല്ല, നമ്മുടെ ഉം, വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും ഉം, അവിടെ ഹെരോദാവ് ഉം, അയാളുടെ കുറച്ച് കൊട്ടാരങ്ങളും കാര്യങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പണിത്. ഉം, ഗ്രീക്കോ റോമൻ ദൈവങ്ങളുടെ ഉം, ക്ഷേത്രങ്ങൾ പണിത്. അത് കാരണമാണ് ഇതിൻ്റെ പേര് പോലും ഇവർ ഉച്ചരിക്കാത്തത്. ഉം, ഇനിയും നോക്കിക്കോണേ, ഉം. ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോൾ രാജ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ. രാജ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് ഉം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പം നമ്മളത് കാണേണ്ടത് ഇങ്ങനെയാണ്. ഈ പിക്ചർ കുറെ കൂടെ ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യെസ്. കാഴ്ചക്കാർ വ്യൂവേഴ്സിന് കാണാൻ പറ്റുമായിരിക്കാമോ? എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. മാമന് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് കാണാമായിരിക്കണം കാണണം. എന്നുള്ള ഒരു അസസ്മെന്റിൽ നമുക്ക് പോവാം. യെസ്. അങ്ങനെ ചിന്തിച്ച് നമുക്ക് പോകാം മുന്നോട്ട്. കേസറിന്റെ പുറകെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പച്ച പോലുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. അതിൻ്റെ ഒരു ഭാഗം എടുത്താൽ നമുക്കിപ്പം ഈ ജുഡിയ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ജുഡിയ. യെസ്, കാണാം. ഇതിനാണ് യഹൂദി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ജുഡിയ ഉൾപ്പെടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് യഹൂദ രാജ്യം എന്ന് പറയുന്നത്. ഇനി അതിന് മുകളിലോട്ട് അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അധികം കുറച്ച് മുന്നോട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഇവിടം വരെ കൊണ്ടുണ്ടല്ലോ അങ്ങ് ഡിവൈഡ് ചെയ്യപ്പെടുക. ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ട് അവിടെ കുറച്ച് താഴെ അവിടെ വരെ പോട്ട. ഓക്കെ. എന്നാൽ ഈ നമ്മുടെ സമേറിയ എഴുതിയിരിക്കണം. സമേറിയ എഴുതിയിരിക്കുന്നുണ്ട്. സമേറിയ. ഓക്കെ. അപ്പം ആ സമേറിയ കർത്താവിൻ്റെ കാലമായപ്പോഴത്തേക്ക് വേറൊരു രാജ്യമായിട്ട് മാറി. സമരിറ്റൻസ്. അപ്പോൾ ഈ മേളിൽ കിടക്കുന്നതാണ്, നമ്മൾ മേളിൽ കാണുന്നതാണ് ഗാലിലി. വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, അല്ലേ? ഗാലിലി കണ്ടുപിടിക്കാൻ. അപ്പം ഗാലിലി ഉൾപ്പെടുന്ന ഇസ്രയേൽ രാജ്യവും താഴെ ജുഡിയ ക്യാപിറ്റലായി വരുന്ന യഹൂദ രാജ്യവും. ഇതില് ഈ കർത്താവിൻ്റെ കാലമായപ്പോഴേക്ക് ഈ രാജ്യം വീണ്ടും മൂന്നായിട്ട് മാറുക. മേളിൽ ഗാലിലി, അവിടെ കുറെ സംസ്ഥാനങ്ങളുണ്ട്. താഴെ ജുഡിയ, ഇടയ്ക്ക് സമേറിയ. സമരിറ്റൻസ് പറയുന്ന അവരാണ് ഏറ്റവും വലിയ യഹൂദന്മാരെന്ന്. എന്നാൽ അവന്മാർ യഹൂദന്മാരല്ലതായാലും സത്യം. പക്ഷെ അവന്മാർ ഭാവം എന്ന് പറഞ്ഞാൽ അവന്മാർ വലിയ യഹൂദന്മാരാണെന്നാണ്. ഇനി നമുക്ക് ശലോമോന്റെ കാലത്തേക്ക് നമുക്ക് പോകണം. ശലോമോന്റെ കാലത്ത് കാണുന്ന ഗലീലി കണ്ടോ? മേളിൽ കാണുന്ന ഗലീല. ആ ഗാലിലി കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കടലിൻ്റെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ ലെഫ്റ്റിൽ കാണുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്.
ആ ഗാലിലയുടെ ആ ഭാഗം മെഡിറ്ററേനിയൻ കടലോട്ട് തിരിയുമ്പോഴേക്ക് അത് ഒരുപാട് ബാക്ക്വേഡ് ഏരിയ ആയിരുന്നു. ഉം, രണ്ട് കാരണങ്ങൾ കൊണ്ട് ബാക്ക്വേഡാണ്. ഉം, ഒന്നാമത്തെ കാര്യം അതിൻ്റെ ടോപ്പോഗ്രഫിക്കൽ സെറ്റിങ്. ഓക്കെ. ടോപ്പോഗ്രഫിക്കൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഉം, അപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുമ്പം ഇവിടെ വെട്ടം വരത്തില്ല, ഗാലിലയുടെ ആ ഭാഗത്ത് വെളിച്ചം വരത്തില്ല. ആ, ഓക്കെ. അങ്ങനെ അതാണ് അതിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ആ, ഇനി അത് തിരിച്ച് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴും ഒരുപാട് സ്ഥലത്തും വെട്ടം കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെ ഉം, അത് ബാക്ക്വേഡായിരുന്നു. ഓക്കെ. ഒന്ന്. അപ്പോൾ ഇതിന് ഇരുട്ടിൽ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ. ഉം, ശലോമോൻ ടെമ്പിൾ ബിൽഡിംഗ് ആരംഭിച്ചപ്പോൾ ശലോമോന് തടി വേണം ഉം, ടെമ്പിളിനുള്ള. അപ്പം ഹീരാം എന്ന് പറയുന്ന ആള്, ആ, ഉം, ആ പിന്നെ ഈസ് ജെൻറ്റൈൽ, yes, ഹീരാമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയപ്പോൾ ഹീരാം പറഞ്ഞു, ഞാൻ നിനക്ക് യെരൂശലേമിന് ആവശ്യമുള്ള ഫുൾ തടി ടിമ്പർ എത്തിക്കാമെന്ന് പറഞ്ഞു. അതെ, അതെ. അപ്പോൾ ടിമ്പർ എത്തിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണേ എങ്ങനെയാണെന്നുള്ളത്. ആ മെഡിറ്ററേനിയൻ കടൽ കണ്ടോ ഉം, കിടക്കുന്നത്? അതിൽ അതെ. തന്നെ ഇങ്ങ് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതാണ്ട് യെരൂശലേമിനുള്ള റീജിയൻ അടുത്തായിട്ട് വരും. ഉം, അവിടുന്ന് ആ ജോപ്പ തുറമുഖം നമുക്ക് കാണാമല്ലോ താഴെ. യോ, താഴോട്ട് കാണാം, ജോപ്പ കാണാം. തുറമുഖം ഉം, കഴിഞ്ഞ് പിന്നെയും കുറേ കൂടെ താഴോട്ട് വരുമ്പം ഈ അർക്കലിയം. കറക്റ്റ് ഇവിടെ എത്തും. അപ്പം തടി കൊണ്ടുവരാം. അപ്പം ഉം, തിരിച്ചെന്തോ തരാമെന്ന് ചോദിച്ചു. ഉം, അപ്പോൾ ശലോമോൻ എന്തെന്നറിയാമോ? ഈ ഏരിയ ഹീരാമിന് കൊടുത്തു. ഉം, ഹീരാമിനെങ്കിൽ ദേഷ്യം വന്നു. അതെ, അതെ. ഒരു വായിക്കുള്ളതില്ലെന്ന് ഉം, എന്തോരം കൊള്ളാം. ഉം, ഇയാളും ശലോമോനായിട്ട് അങ്ങ് തെറ്റി. ഉം, അപ്പോൾ അന്ന് മുതൽ ഇതൊരു ഡിസ്കാർഡഡ് പ്ലേസ് ആണ്. ഓക്കെ. ഡിസ്കാർഡ്. അപ്പം നമ്മൾ ഉം, പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡുള്ള ആളവിടെ പോയി താമസിക്കുന്നില്ലെന്ന് പറയാം. ഉം, ഉം, ഒരു സ്റ്റാൻഡേർഡുള്ള ആളവിടെ പോയി താമസിക്കുന്നില്ലെന്ന് പറയാം. ഉം, അപ്പോൾ എല്ലാ സ്ഥലങ്ങൾക്കും അങ്ങനെ ഉണ്ട്. ഈ ഹൈ ലെവൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതെ. പോഷ് ഏരിയാസ്. യാ. പോഷ് ഏരിയ ഉണ്ട്. ഇപ്പം ഇവിടെ ഇംഗ്ലണ്ടിൽ വരികയാണെങ്കിൽ ഇത് വളരെ പ്രകടമാണ്. ഇംഗ്ലണ്ടിലെ ഓക്കെ. ആ, ആ, ഇംഗ്ലണ്ടിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഈ മലയാളികളെല്ലാം വന്ന് നേഴ്സായിട്ട് പോയി കിടക്കുന്നത് മാഞ്ചസ്റ്ററിലാണ്. ഉം, മാഞ്ചസ്റ്ററിൽ പോകാൻ കാര്യം അവിടെ ഒരു കൊള്ളാവുന്ന കാര്യം പോകത്തില്ല. ഓക്കെ. ആ, കാരണം പണ്ട് ഇംഗ്ലണ്ടിലെ ജയിലിൽ നിന്ന് റിലീസാകുമ്പോൾ ആൾക്കാരെ ആ, കുറ്റവാളി എന്തോ ചെയ്യാനാ? ഉം, ഇമാർക്കെല്ലാം വലിയ അപ്പാർട്ട്മെന്റിനടുത്ത് ഇവിടെ കൊണ്ടാക്കുന്നത്. എവിടെ? മാഞ്ചസ്റ്റർ. മാഞ്ചസ്റ്റർ. ഉം, എന്തെങ്കിലും വിദ്യാഭ്യാസ വിവരമുള്ള നാട്ടിൽ പോവുകയില്ല. ഉം, പിന്നെ പോകുന്ന ആരെന്നറിയാമോ? ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ റെഫ്യൂജീസ്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ തെറ്റാകട്ടോ, ഈ കള്ളക്കടത്ത് കയറി വരുന്നവരുണ്ട് നടന്നൊക്കെ. ഓ, ഓക്കെ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെല്ലാം കൂടെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ മലയാളി നോക്കിയപ്പോൾ അവിടെ വസ്തുവിനും വീടിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഉം, പക്ഷെ ആരെങ്കിലും അവിടെ പോയി വീട് മേടിക്കുമോ? ഉം, മലയാളിക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററി അറിയാം. അതെ, അതെ. ബ്രിട്ടീഷ് നോക്കിയപ്പോൾ ഈ ശമ്പളത്തിന് അവിടെ 3 വീട് മേടിക്കാം. ഉം, എല്ലാം കൂടെ അവിടെ കയറി ഇപ്പൊ കിടന്ന് അടി കൊള്ളുകയാണ്. ഉം, ഓക്കെ. വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ മാഞ്ചസ്റ്ററിൽ പോകത്തില്ല താമസിക്കാൻ. മാഞ്ചസ്റ്റർ പോകത്തില്ല. ഓക്കെ. കാര്യം അങ്ങനെ ഒരു ഏരിയ ആണത്. ഹോൾ ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കൾച്ചറിൽ ഏറ്റവും ബാക്ക്വേർഡാണ്. അതിന് മുന്നോട്ട് വേണ്ട ഒരു വലിയ യൂണിവേഴ്സിറ്റി തുടങ്ങി, ഹോസ്പിറ്റൽ തുടങ്ങി, പല പരിപാടി തുടങ്ങിയിട്ടും നടക്കത്തില്ല. കാര്യം ഈ ബേസിക് ആൾക്കാരാരാ? ക്രിമിനൽസാ. ഏകദേശം മുഴുവൻ ക്രിമിനൽസുകാർ താമസിക്കുകയാണെങ്കിൽ അവന്റെ സന്തതി പരമ്പരകൾ ആ സംസ്കാരം കാണിക്കത്തുള്ളൂ. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഇതുപോലെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ പോലെയാണ് അന്ന് ശലോമോന്റെ കാലത്ത് ഗലീല. കൊള്ളാവുന്ന അവിടെ പോകത്തില്ല. ദാറ്റ്സ് വൺ തിങ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജക്കപ്പലി കണ്ടല്ലോ, കാണാമല്ലോ ക്ലിയർ ആയിട്ട്.
ഗലീല കടലിന്റെ കാണാം. ഡെക്കപ്പോലിസ്. തെക്ക് കിഴക്കായിട്ടുള്ള ദക്കപ്പലി. അതെ. ദക്കപ്പലി അവിടുന്ന് അതെ. ഇച്ചിരി പോയിട്ട് നമ്മൾ നോക്കിയാൽ ഒരു ഗദര ദേശം കണ്ടോ? ഗദര ഒരു ചെറിയ കറുത്ത പുള്ളിയൊക്കെ അതിന്റെ താഴെ കിടക്കുന്നേ. കാണാം. സീ ഓഫ് ഗാലിലിയുടെ തൊട്ട് താഴെ. റൈറ്റ്, ഗദര. നമ്മുടെ ശാശി ബാധിച്ചും കിടന്നിരുന്നല്ലോ. അതെ ലജിയ. ഓർക്കുന്നില്ലേ? അതെ. അപ്പം ഈ സ്ഥലങ്ങൾ, ആ റീജിയൻ മുഴുവനും ദാനിന്റെയും നാഫ്റ്റലിയുടെയും ആയിരുന്നു. ഇവിടെ ദാനും നാഫ്റ്റലിയും താമസിച്ചിരുന്നത്. അവകാശമായി കിട്ടിയ സ്ഥലമായിരിക്കും. അവർക്ക് അവകാശം കിട്ടിയ സ്ഥലമാണ്. അപ്പം ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെങ്കിൽ ഇവർ ഭയങ്കര റിബല്യസ് ആയിരുന്നുകൊണ്ട് ഈ 720 BC ഇവർ മുഴുവനും പിന്നെ ഈ ഇസ്രയേൽ മുഴുവനും പ്രവാസികളായി അശൂരിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചു വന്നില്ല. പോയവര് പകരം ശമരിക്കാർ വന്ന് ഇവിടെ താമസം തുടങ്ങിയല്ലോ. അവിടെ ശമരിക്കാർ താമസം തുടങ്ങിയത്. അപ്പൊ ഈ ദക്കപ്പലി അന്ന് ഈ പേരല്ല. അന്ന് അതിന്റെ പേര് ദാൻ ആൻഡ് നാഫ്റ്റലി എന്നാ. ദാൻ നാഫ്റ്റലിയുടെ ദേശം എന്നാണ്. അവിടെ ഒഴിഞ്ഞു കിടക്കുക. അത് ഒഴിഞ്ഞു കിടക്കുന്ന സമയത്താണ് ഈ ഗ്രീക്ക് ഇൻവേഷൻ ഉണ്ടാകുന്നത്. അലക്സാണ്ടർ കൂടെയുള്ള ഗ്രീക്കുകാർ ഈ പ്രദേശം കീഴടക്കാൻ വരുന്നത്. അവരവിടെ മുഴുവനും കയറിയിട്ട് എന്ത് ചെയ്തു? അവർക്ക് ഹെലനൈസേഷനാണ് ഇവരുടെ സംസ്കാരം പരത്തുമെന്നുള്ളതാണല്ലോ. ഇതിനോട് ഗ്രീക്കുകാർ താമസിച്ചിട്ട് അവർ ആദ്യം ചെയ്തത് അവിടെ മുഴുവൻ ഗ്രീക്ക് ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു. അപ്പൊ ഗ്രീക്ക് വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ല ഗ്രീക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതിന് 2 പേർപ്പസേ ഉള്ളൂ. ഒന്നാമത്തെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദെയർ ഫെർട്ടിലിറ്റി. അപ്പോൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ആ ഉദ്ദേശത്തിൽ ഈ മനുഷ്യൻ്റെ ജഡീയമായ അഭിലാഷങ്ങൾക്ക് പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ബിംബങ്ങളും വിഗ്രഹങ്ങളും രൂപങ്ങളും സ്തൂപങ്ങളും നിറച്ചിരിക്കുന്ന മുഴുവൻ മ്ലേച്ഛ വിഗ്രഹങ്ങൾ. തുണി കൊടുത്തുള്ള ഒരെണ്ണം അതിനകത്ത് കാണത്തില്ല. അപ്പം ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള ഭയങ്കര മ്ലേച്ഛമാണിത്. അപ്പൊ ഇവിടെ വന്ന് ആര് നിറച്ചു? ഈ ഗ്രീക്കുകാർ അവിടെ അങ്ങ് നിറച്ചു. അവിടെ കൊണ്ട് അവരുടെ കീഴിലായി. പിന്നീട് റോമൻസ് ഇത് പിടിച്ചെടുക്കുന്നു. റോമൻസ് അതിനെ സിവിലൈസ്ഡ് ആക്കാൻ വേണ്ടി 10 പട്ടണങ്ങൾ അവിടെ പണിയുന്നു. ഡെക്കപ്പോലിസ്, ലാൻഡ് ഓഫ് 10 ടൗൺസ് എന്നാണ്. 10 വലിയ പട്ടണങ്ങൾ അവിടെ പണിതിട്ട് റോമൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതായ ഹൈ ലെവൽ ഓഫീസേഴ്സ് താമസിക്കാൻ വേണ്ടിയുള്ള അപ്പാർട്ട്മെന്റ് ഒക്കെ പണിതിട്ടിരിക്കുക. അപ്പം ഇസ്രായേൽ ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പുറത്ത് കാണുന്ന ഇസ്രായേൽ ദേശം ഉണ്ടല്ലോ, അവിടെ ഭയങ്കര ഫ്രൂഷനാണ്, പറഞ്ഞാൽ ഫലപുഷ്ടി. ട്രേഡും കൊമേഴ്സും ഭയങ്കരമായിട്ട് നടക്കുക, ഭയങ്കര റിച്ച് ആയിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പോൾ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചൊരു വീട് വെക്കുമെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ മേടിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ ഇപ്പം ഞാൻ വന്ന് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ നടക്കുന്ന കാര്യമാണോ? നടക്കത്തില്ല. അപ്പൊ ഈ പാവങ്ങളൊക്കെ യഹൂദൻ വരുന്നറിയാമോ? ഇങ്ങോട്ട് വന്നു, ദക്കപ്പലിയിലോട്ട് വന്നു. അപ്പൊ ഇവരെയാണ് നമ്മൾ ഈ മുമ്പ് പറഞ്ഞ 4th കാറ്റഗറി ജ്യൂസ് എന്ന് പറയുന്നത്. ജ്യൂസ് അല്ലെങ്കിൽ ഹെലനിക് ജ്യൂസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ജ്യൂസ് എന്ന് പറയുന്നത്. ഹെലനിക് ജ്യൂസ് ഇവരാണ് താമസിക്കുന്നവരാണ്. അപ്പൊ അവരുടെ പ്രത്യേകത, ആ യഹൂദന്മാരുടെ പ്രത്യേകത, അവർക്ക് യെരുശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് പ്രവേശനമില്ല. അവരുടെ പ്രൊഡ്യൂസേഴ്സ് ടെമ്പിളിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല. അവർക്ക് ടെമ്പിളിൽ ദേവാലയത്തിൽ തൂക്കപ്രകാരമുള്ള അരശേക്കൾ വെള്ളി തൂക്കി കൊടുത്ത് സിറ്റിസൺഷിപ്പ് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് അവർ സോഷ്യൽ ഔട്ട്കാസ്റ്റ് ആണ്.
ഓക്കെ. റൈറ്റ്സ് ഒന്നുമില്ല. ഒന്നുമില്ല, സോഷ്യൽ ഔട്ട്കാസ്റ്റ് ആണ്. ഉം. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉം. തൻ്റെ മിനിസ്ട്രി തുടങ്ങുന്നത് ഉം. നമുക്ക് ഈ യോർദാനക്കര എന്ന് പറയാം, പെരിയ പെരിയ. ഉം. ഉണ്ടോ, ആ ഉം. താഴെ അവിടെ തുടങ്ങുന്നത്. ഉം. എന്നിട്ട് ഈ യോർദാൻ്റെ ആ കരയിൽ കൂടെ തന്നെ മേപ്പോട്ട് പോവുക. ഉം. മേപ്പോട്ട് പോകുന്നുണ്ടേ ഈ കർത്താവിൻ്റെ കീർത്തി ലോകം മുഴുവൻ ഇങ്ങനെ കേട്ട് വരിക. ഉം. കേട്ട് 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 ആര് കേട്ടു? പെരിയക്കാർ കേട്ടു. ഉം. ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ. അപ്പോൾ പെരിയയിൽ കർത്താവ് ശുശ്രൂഷിക്കാൻ പോയി. ഉം. യഹൂദന്മാരോട് കയറത്തില്ല. ഉം. കുറച്ച് മേപ്പോൾ ഡെക്കപ്പൊലിസിൽ ചെന്നു. ഉം. ഡെക്കപ്പൊലിൽ ചെന്ന് ആൾ ഓർക്കുന്നുണ്ട്, ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയിട്ട് ഈ ഓക്കെ. ഭൂതങ്ങളെല്ലാം കൂടി ഈ പന്നീനെ കൊണ്ട് കയറ്റി വിട്ടത്. ഉം. ഓക്കെ. എന്നിട്ട് കർത്താവിനെ അവർ ഓടിച്ചവിടുന്ന്. ഉം. അത് കഴിഞ്ഞിട്ട് കർത്താവ് വീണ്ടും അവിടെ വന്നു. കർത്താവ് ഉം. സെക്കൻഡ് ടൈമിൽ അവിടെ വരുമ്പോഴാണ് ഉം. ഈ 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിക്കുന്നത്. പോഷിപ്പിക്കുന്നത്. അവിടെ ഓക്കെ. വെച്ച്, ആ സ്ഥലത്ത് വെച്ചാ. അപ്പൊ ഈ ഓക്കെ. ഡെക്കപ്പൊലിലെ ആൾക്കാരെന്ന് അറിയാമോ, കർത്താവിൻ്റെ മിനിസ്ട്രി മുഴുവൻ നമ്മളെ ഗലീലക്കടൽ നോക്കിയിട്ട് ഉം. അതിൻ്റെ ആ മേപ്പിൾ സൈഡിൽ മഗധ, മഗധ, ആ, കഫർന്നഹൂം, കപ്പർന്നഹൂം, തിബേരിയാസ് എല്ലാം ബെത്സയിദ, ഉണ്ട്. ആ കറക്റ്റ്, ടൈബേരിയസ് ഉണ്ടോ, കാന, നിയ. കറക്റ്റ്. അവിടെ സെൻറ്റർ ചെയ്ത കർത്താവിൻ്റെ മിനിസ്ട്രി. ഉം. ഇവരെന്ത് ചെയ്യും? ഇവർ നടന്നും ഈ ഗലീലക്കടലിൽ ചെന്ന് ബോട്ടിൽ കയറിയും ഉം. എല്ലാം കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് പോകും. ഉം. അപ്പോൾ കർത്താവ് അവിടെ നിന്നുള്ള ഗുണം എന്നറിയാമോ? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേസ് എല്ലാം മീറ്റ് ചെയ്യുന്ന സ്ഥലം അവിടെ. ഓക്കെ. ആ, ആ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക 3 സ്ഥലങ്ങളുടെ ഹൈവേ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. ഉം. 2, അവിടെ പ്രവാചകന്മാരാ ആരും പോയിട്ടില്ല അധികം. ഓക്കെ. ഉം. പോയിട്ടുള്ളവർ എന്തിനാ പോയിട്ടെന്ന് അറിയാമോ? ഇവരെ ചീത്ത പറയാനാണ് പോയിട്ടുള്ളവർ. ഉം. ഇപ്പം ഈ അവിടുന്ന് കുറച്ച് പ്രവാചകന്മാരുണ്ട്. ഇപ്പം ഉം. ഈ യെസ്, എ ഫ്യൂ പ്രോഫറ്റ്സ് അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ഉം. പക്ഷെ അവരൊക്കെ ഇവരെ നല്ലവണ്ണം ചീത്ത പറയാൻ പോയിട്ടുള്ളവരാണ്. ഉം. ആശ്വസിപ്പിക്കുന്ന വചനമുള്ള പ്രവാചകന്മാർ അവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഉം. ഉം. അപ്പോൾ കർത്താവ് മിനിസ്ട്രി മുഴുവൻ അവിടെ ചെയ്തു, ഉം. കംപ്ലീറ്റ്. അപ്പോൾ കർത്താവ് മിനിസ്ട്രി മുഴുവൻ അവിടെ ചെയ്തു എന്നുള്ള കാര്യം ഉം. ഇൻ അഡ്വാൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തൻ്റെ 4-ാമത്തെ അധ്യായം ആയപ്പോഴേക്കും തന്നെ മത്തായി എഴുതുക. യെസ്, യാ. അപ്പം ജിയോഗ്രാഫിക്കലി, ടോപ്പോഗ്രാഫിക്കലി ഇരുട്ടി കിടന്നവർ. ഉം. 2, ഏറ്റവും ഔട്ട്കാസ്റ്റായ ആളുകൾ. ഉം. 3, കൾച്ചറലി പുറന്തള്ളപ്പെട്ട ആളുകൾ. ഉം. അവർക്ക് അവിടെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഉം. ഇനി 4, ആ ദേശത്തിൻ്റെ പ്രത്യേകത, ഇൻ ഗാലിലി ദർ ഈസ് നോ സ്കൂൾ. ഓക്കെ. ഒറ്റ ഉം. പള്ളിക്കൂടല്ല. അപ്പോൾ ഗലീലക്കാർക്കും അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ബൈ ആൻഡ് ലാർജ്. അഗ്രികൾച്ചർ ആയിരിക്കും കൂടുതൽ. അഗ്രികൾച്ചറും ട്രേഡുമാണ്. ട്രേഡ്. നമ്മൾ യാ. താഴെ ജുഡിയയിലോട്ട് വന്നാൽ അവിടെ ഉം. മുഴുവൻ പള്ളിക്കൂടങ്ങളാണ്, ഓക്കെ. മുഴുവൻ പള്ളിക്കൂടങ്ങളാണ്. അപ്പം കർത്താവിൻ്റെ കാലത്തെ പറച്ചിൽ, ഇഫ് ഉം. യു വാണ്ട് ടു ബി റിച്ച്, ഗോ ടു ഗാലലി. ഉം. ഇഫ് യു വാണ്ട് ടു ബി വൈസ്, ഗോ ടു ജുഡിയ. ജുഡയ. ഉം. ജുഡിയ മുഴുവൻ പള്ളിക്കൂടം. അപ്പോൾ അവിടെ വലിയ ക്വാളിഫിക്കേഷന് PhD ഒക്കെ എടുത്തുകൊണ്ട് വരാം. ഉം. ജോലിയൊന്നുമില്ല, ഉം. വരുമാനമൊന്നുമില്ല. ഉം. ഗാലിലി അങ്ങനല്ല. Yes. ഗലീലക്കടൽ കാരണം ഉം. അന്നയാളുടെ നാട് മുഴുവൻ സമൃദ്ധമാണ്. സമൃദ്ധിയ. കാര്യം ഫിഷിംഗ് ഇൻഡസ്ട്രി. ഉം. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഉം. ബെസ്റ്റ് ഇൻ ഇസ്രയേൽ ആർ ഇൻ ദ വേൾഡ്. ഉം. വേൾഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മൾ ആ കാണുന്ന ഗെനസരേത്ത് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആ ഗലീലക്കടലിൻ്റെ ചുറ്റും നമ്മൾ നോക്കിയാൽ ഗെനസരേത്ത് എന്ന സ്ഥലമുണ്ട്. യെസ്, ആ ഗെനസരേത്തിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഓക്കെ. എസ്പെഷ്യലി ഗ്രേപ്സ്, ഉം. അത് യെരുശലേം നഗരത്തിൽ
ഫെസ്റ്റിവൽ സമയത്ത് കൊണ്ടുവരരുതെന്ന് പറയും. ഉം. കാര്യം കൊണ്ടുവന്നാൽ ഉത്സവത്തിന് ആരും പള്ളിക്കകത്ത് കാണത്തില്ല. ഓക്കെ. ഹൈ മനസ്സിലായി? ഡിമാൻഡ് ആണ്. അരിമാൻ എന്ന് പറഞ്ഞാൽ ഈ പാലായിലൊക്കെ ഞായറാഴ്ച പള്ളിയുടെ മുമ്പിലിട്ട് പോത്തിനെ വിട്ടുവെന്ന് പറയും. ഉം. പോത്തിനെ വിടുന്ന കാര്യം എന്താ? പള്ളി പിരിയുമ്പോഴത്തേക്ക് പോത്തിറച്ചി കച്ചവടത്തിന് റെഡിയാകത്തുള്ളൂ. റെഡിയാകും. അപ്പൊ ഈ പള്ളി പോകുന്നൊരു കാര്യം തന്നെ. ഉം. പള്ളി കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, ഇതേ ഒരു പോർഷൻ പിടിച്ച് പമ്പരദൂരത്തിൽ കൊടുത്തിട്ട് ആ. അച്ഛന് ഷാപ്പിൽ പോയി 2 സ്മോളൊക്കെ അടിച്ചിങ്ങി വരുമ്പോഴത്തേക്ക് കൂടെ കറി റെഡിയാകും. ഉം. പോത്തില്ലെന്ന് പള്ളി വരത്തില്ലെന്ന് പറയുമ്പോ അതുപോലെയാണ്. ഈ സാധനം അവിടെ വന്നാൽ ഉം. ഉത്സവം മുടങ്ങുമെന്ന് പറയുന്നത്. ഉം. ഉത്സവം മുടങ്ങുന്നതെന്ന് പറയുന്നത് അത്ര ഗംഭീരമായിരുന്നു അവിടുത്തെ ഫ്രൂട്ട്സ്. Fruits. Even now also? Well, that's a question. As much as I understand, Mm. it's far greater now. Okay. Far greater now. Mm. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടുമല്ലോ ഇസ്രയേലിൽ നിന്ന്. Okay. ഇസ്രയേലിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഒരുപാട് ധാരാളമായിട്ട് കിട്ടും. Mm. അതിൻ്റെ ക്വാളിറ്റി Mm. you don't get anywhere Mm. else. Anywhere in the world. Yeah. നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റത്തില്ല. പറ്റത്തില്ല. നമ്മളിപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ടെസ്കോ. ഉം. ടെസ്കോയിൽ ഈ ഇസ്രയേലി ഫുഡിന് തന്നെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ. കോഷർ ഫുഡ് എന്ന് പറയും. കോഷർ ഫുഡ്, യാ. അവിടെ ചെന്നിട്ട് അവരുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിൽക്കുന്ന ആ ഇടത്തോട്ട് പോകണം. യു വുഡ് ബി ഷോക്ക്ഡ്. ഡിഫറൻസ് ഉണ്ടല്ലോ. ഓക്കെ. യു ക്യാൻ സീ ഭയങ്കര ഡിഫറൻസാണ്. ഒന്ന് അത് ആ സ്പീഷീസ്, ഓക്കെ. സ്പീഷീസ് ഒന്നാമത്തെ കാര്യം. രണ്ടാം മണ്ണ്, പിന്നെ അവിടെ അഗ്രികൾച്ചർ ടെക്നോളജി, പിന്നെ അത് അതിൻ്റെ പാക്കിംഗ്, അവരുടെ സ്റ്റൈൽ ഓഫ് പാക്കിംഗ് നോട്ട് ഡിഫറെന്റ് ഫ്രം എനിബഡി എൽസ് സ്റ്റൈൽ ഓഫ് പാക്കിംഗ്. ഞാൻ കറക്റ്റ് ആ ഫ്രഷ്നെസ്സോടെ നമുക്കത് കിട്ടും. ദാറ്റ്സ് ഓൾ ദി ജൂയിഷ് സ്പെഷ്യാലിറ്റി. എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ്. അത് നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ മത്തായി പറയുന്നത് ഈ പ്രദേശത്ത് ഒരിക്കലും ഇന്റലക്ച്വൽ ലൈറ്റ് കയറിയിട്ടില്ല. അതെല്ലാം ജുഡിയയിലേ ഉള്ളൂ. നമ്മളിനി ഇത് ഇങ്ങോട്ട് വരാം. ഏതാ ഈ കടൽക്കര എന്ന് പറയുന്നത്? നമുക്ക് പണ്ട് സീസറിയ കാണാമോ? കടൽക്കര ഞാനൊന്നുകൂടെ, എനിക്ക് ഈ കണ്ണിന്റെ കാഴ്ച കുറവായിട്ടാണ്. വെസ്റ്റേൺ സൈഡ്. ജോപ്പ എന്നൊരു തുറമുഖം, ജോപ്പയുടെ തുറമുഖമുണ്ട്. അതിന്റെ മേലെ ആന്റി പാട്രിസ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് സമേരിയ ഉണ്ട്. അവിടെ തന്നെ സീസറിയ. സീസറിയക്ക് കൈസരിയ എന്ന് പറയും. കൈസരിയ. അതിന്റെ മേളിലാണ് നാസറേത്ത്. നാസറേത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീടിന്റെ അർത്ഥം അവിടുന്ന് ഒരു വല്ല നന്മയും വരുമെന്നാണ്. നാസറേത്ത് ഏറ്റവും മോശമായ സ്ഥലമാണ്. അവന്റെ കുറെ കുടുംബമെല്ലാം നമ്മൾ കാന കാണുന്ന കർത്താവ് അല്പം കാന ഉണ്ടല്ലോ. ഒരുപാട് താണ സ്ഥലങ്ങളാണ്. താണെന്ന് പറഞ്ഞാൽ കൾച്ചറലി, എഡ്യൂക്കേഷൻ വൈസ്, സോഷ്യൽ സ്റ്റാറ്റസ് വൈസ് എല്ലാം താണതാണ്. നെഗ്ലക്റ്റഡായ, റെലിഗേറ്റഡ് ആൾക്കാരാണ്. റോമൻസിന്റെ ഭരണകാലമായിരുന്നു. അവരെന്തറിയാം, വന്ന് ലാൻഡ് മുഴുവൻ അങ്ങ് എടുക്കും. എന്നിട്ട് അവര് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് തിരിച്ചു പോകും. ഫലകാലം ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് കൂടെ ഒരു മനുഷ്യൻ മുന്തിരി തോർന്നിട്ടുണ്ടാക്കി ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയി, പിന്നെ ഫലകാലം ഫലം എടുക്കാൻ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്നത്. അപ്പം റിച്ചായ ഫാർമേഴ്സ്, ഭയങ്കര റിച്ചായ ഫാർമേഴ്സും ഈ കർത്താവിന്റെ കാലം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്യുക. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇതിനൊക്കെ ധാരാളം റീസൺസ് ഉണ്ട്, ധാരാളം പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ താഴെ വരുന്ന ഉടനെ ജുഡിയയുടെ അവിടെ കഴിഞ്ഞിട്ട്
നമ്മൾ വരുന്നുണ്ടേ, ആ കടലുണ്ട്, മെഡിറ്ററേനിയൻ കടല്, ഉം. അത് താഴോട്ട് വരുന്ന ഈജിപ്തിൻ്റെ അവിടെ. ഓക്കെ. ഗാസ ഒക്കെ കാണാം. ഗാസ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കറക്റ്റ്, ഗാസ കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്ന ഈജിപ്റ്റാണ്. ആ, ഓക്കെ ഓക്കെ. ഈജിപ്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് യൂറോപ്പ് എന്നാ പറയുന്നത്. ഓക്കെ സോറി, ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ഓക്കെ. ആ, ഏഷ്യക്ക് മുഴുവനും ബ്രെഡ് കൊടുക്കാനുള്ള ഗോതമ്പ് കപ്പാസിറ്റി. ഇവിടെ ഉണ്ട്. ഉം. അവിടുന്ന് വന്ന് കുറക്കണം മേപ്പോട്ട് വരുന്നുണ്ട്. ഏഷ്യ ഭൂഖണ്ഡത്തിന് മുഴുവനുള്ള മെഡിസിൻസ് ഉം. സപ്ലൈ ചെയ്യുന്നതിനുള്ള മെഡിസിൻസ് പ്ലാന്റ് ആണ് ജെറിക്കോവിലുള്ളത്. ഓക്കെ. ഹെർബൽ പ്ലാന്റ്സ്. ഹെർബൽ പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്, ഓക്കെ. മെഡിസിൻ, എല്ലാ മെഡിസിനും ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റ് കണ്ട്. ജെറിക്കോ ഉണ്ടോ? കാണാം കാണാം. ജെറിക്കോ. ഈ ജെറിക്കോ നിവാസികൾ ഈ സാധനങ്ങൾ കൊണ്ട് എവിടെ വരുന്നു? നേരെ ഇവിടെ വരുന്നു, സ്പോട്ടിൽ വരുന്നു, കണ്ടോ? കണ്ടു കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. അത് പിന്നെ അവിടെ നിന്ന് പോകുന്നത് ജോപ്പയിലെ മേളില്, ജോപ്പ കഴിഞ്ഞ് സീസറയിലെ പോകുന്നത്. അവിടുന്ന് ഈ റോഡ് നിന്നെ പോകുന്ന കവർന്നു പോകാൻ ഏറ്റവും മേളിൽ കാണുന്നത് ഗാലയുടെ മഗധയുടെ മേലെ. കറക്റ്റ്. അപ്പൊ ഈ കാരണം കൊണ്ട് അവിടെ മുഴുവൻ റിച്ചാ. ട്രേഡ് ആൻഡ് കൊമേഴ്സ് കൊണ്ട് റിച്ചാണ്. ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുക. തൊഴിലാളികളാണ് കഷ്ടപ്പെടുന്ന മുഴുവനും. മുതലാളികൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, വിദേശത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആർക്കും വിദ്യാഭ്യാസമില്ല, വിവരവുമില്ല, ഒരു അറിവിന്റെ വെളിച്ചവുമില്ല. ഇവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരുന്നിട്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പ്രഭാഷണം നടത്തുമ്പം ആൾക്കാരിങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുമോ പ്രസംഗം? 2 ദിവസം, 3 ദിവസം ഒറ്റ അടിയിൽ പ്രസംഗിക്കുക. ആൾക്കാർ ഇഷ്ടംപോലെ പ്രസംഗം കേൾക്കുകയാണ്. ഇത് കണ്ട് അല്പം മുഴുവൻ കണ്ട് എക്സൈറ്റഡ് ആയ മത്തായിയുടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഈ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരുമ്പോഴേക്ക് മരണത്തിന്റെ നിഴലിൽ ഇരിക്കുന്നവർ, ഒരു ഹോപ്പും ഇല്ലാത്തവര്, ഇരുളിലിരുന്നവര് ഇവരെല്ലാം വലിയ വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിന്റെ ശരിക്കും ഹിസ്റ്റോറിക്കൽ, ടോപ്പോഗ്രഫിക്കൽ, ജിയോഗ്രഫിക്കൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്. ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് മത്തായി ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. Otherwise we are in the dark, not knowing what it is. ഇപ്പൊ ഈ പുതിയ നിയമം വായിക്കുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ഈ മാപ്പ് വെച്ചൊന്ന് വായിച്ചാൽ നമുക്ക് നല്ലൊരു ഐഡിയ. എന്റെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്താണെന്നറിയാമോ? ഈ മാപ്പ് എടുത്ത് വെക്കും. ഈ മാപ്പ് കർത്താവിന്റെ പുറകെ പോകും. എവിടെ കർത്താവ് നിന്നോ അവിടെ നിൽക്കും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കും. കർത്താവ് പറഞ്ഞ കാര്യം ആരോടാ സംസാരിച്ചത്, അവർക്കെന്ത് മനസ്സിലായി, ഇതറിയണ്ടേ? നമുക്കെന്ത് മനസ്സിലായെന്നുള്ള, അവർക്കെന്ത് മനസ്സിലായെന്ന് അറിയണ്ടേ? മുഴുവൻ പൊരുൾ തിരിച്ചാണ് നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ആൾക്കാർ നമ്മുടെ ഈ താഴെ നമ്പർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്യുക, എളുപ്പമാർഗമുള്ളൂ. ഈ ഒരു മാപ്പ് കണ്ടുകൊണ്ട് കാര്യമില്ല. ഇസ്രായേലിലെ മുഴുവൻ സ്ഥലങ്ങളും മാപ്പ് കണ്ട് പറഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. That's all my lengthy explanation about this map. Thank you very much, sir. എന്ത് പറഞ്ഞാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇസ്രായേൽ, അല്ലേ? Well, യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദേവന്മാർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് പിടികിട്ടത്തുള്ളൂ. യഹോവ തനിയെ അവനെ നടത്തി, അന്യദേവന്മാർ അവനോട് ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ സെന്റൻസ് ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാകുന്നത്. നമുക്ക് വേറെ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം.
താങ്ക് യു വെരി മച്ച് ഫോർ ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.